ഇവിടെ എന്റെ അനാലിസിസ് അനുസരിച്ച് ഈ സെക്കൻഡ് ഫേസ് എക്സാം ഒരു എളുപ്പമുള്ള എക്സാം അല്ല. അപ്പൊ ഞാനിപ്പോ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് പോയി എല്ലാവരും വന്നു, ഫസ്റ്റ് ഫേസിൽ ആൾക്കാർ പ്രത്യേകിച്ച് പറഞ്ഞു സെക്കൻഡ് ഫേസ് ഭയങ്കര എളുപ്പമല്ലേ, അവർക്ക് ഭയങ്കര എളുപ്പമായി പോയി. ഒരിക്കലും അല്ല, ഞാൻ ഒരിക്കലും അതിനെ സപ്പോർട്ട് ചെയ്യും. പുറത്തിരിക്കുന്ന എല്ലാവർക്കും അങ്ങനെ തോന്നുന്നു സാറേ. അതായത് ഏത് എക്സാം എഴുതിയാലും പുറത്തിരിക്കുന്നവർക്ക് എളുപ്പമാണെന്ന് തോന്നുന്നു. അത് എഴുതുമ്പോഴേ അവർക്ക് അറിയത്തുള്ളൂ അതിന്റെ പാട്. സെക്കൻഡ് ഫേസ് എക്സാം ഫസ്റ്റ് ഫേസിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് പ്രയാസമാണെന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷേ PSC ഒരു കാര്യത്തിൽ സമ്മതിക്കണം, അതായത് നിലവാരം ഭയങ്കരമായിട്ട് അങ്ങ് മാറ്റിയില്ല, എന്നാൽ പൊടിക്കൊരു കൂടുതൽ പ്രയാസം തോന്നുന്നു സെക്കൻഡ് ഫേസ് തന്നെയാണ്, ഒരു സംശയമില്ല. ഓക്കെ, അപ്പൊ ഞാൻ നോക്കിയപ്പോഴേ ഇപ്പൊ മാത്സ് ആണെങ്കിൽ ഒരു 3 ക്വസ്റ്റ്യൻ ഡിലീഷൻ വരും. ബാക്കി മാത്സ് കഴിഞ്ഞ എക്സാമുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ക്വസ്റ്റ്യൻസ് പാടായിരുന്നു, ഉറപ്പായിട്ടും പാടായിരുന്നു. കഴിഞ്ഞ ഒരു 15, 16, 17 ഒക്കെ വാങ്ങാൻ പറ്റുമെങ്കിൽ ഇത്തവണ അതൊരു 12 എനിക്ക് തോന്നുന്നു ഒരു 10, 12 ആയിരിക്കും മാത്സ് ഒരു കുട്ടിക്ക് മേടിക്കാൻ പറ്റുന്നത്. പഠിച്ചിട്ട് വന്നൊരു കുട്ടിയെ സംബന്ധിച്ച് ഒരു 10, 12 ആയിരിക്കും. അപ്പൊ ഞാൻ അനലൈസ് ചെയ്യുന്ന ഒരിക്കലും ഭയങ്കര എക്സ്ട്രീം ആയിട്ടുള്ള ബ്രില്യന്റ് ആയിട്ട് ഒരാളെ വെച്ചിട്ടാണ് അനലൈസ് ചെയ്യുന്നത്. ഒരു സാധാരണക്കാരായ ഒരു കുട്ടി, ഒരു 4 മാസം പഠിച്ചിട്ട് പോയൊരു കുട്ടിയെ ആ ഒരു റേഞ്ച് മാത്രം നിങ്ങൾ കണക്കാക്കാം. അതിനുശേഷം ഇംഗ്ലീഷ് നോക്കുമ്പോൾ ഇംഗ്ലീഷ് എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. കഴിഞ്ഞ എങ്ങനെയാണോ അതേപോലെ അവിടെ നമുക്കൊരു 13, 15 മാർക്ക്, ഒരു 13 മുതൽ 15 മാർക്ക് ഒരു കുട്ടിക്ക് ഉറപ്പായിട്ടും കിട്ടും. അതിനുശേഷം മലയാളം നോക്കിയാൽ മലയാളം കഴിഞ്ഞ ഫേസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ക്വസ്റ്റ്യൻസ് എളുപ്പമായിരുന്നു. കഴിഞ്ഞ ഒരു 5 ഒക്കെ പറ്റുള്ളെങ്കിൽ ഒരു 7 വരെ ഇപ്പൊ ഒരു 6 മുതൽ 7 മാർക്ക് വരെയൊക്കെ ഇപ്പൊ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അതായത് ഇംഗ്ലീഷ്, മാത്സ്, മലയാളം മൊത്തം നോക്കുകയാണെങ്കിൽ ഒരു 30 മുതൽ 34 വരെ ആയിരിക്കും ഒരു ഗുഡ് അറ്റംപ്റ്റ് എന്ന് പറയാൻ പറ്റുന്ന. ഓക്കെ, 30, 34 വരെയൊക്കെ മാക്സിമം ഒരാൾക്ക് മേടിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ അതിനുശേഷം GK വരുമ്പോൾ ഇപ്പൊ GK എനിക്ക് തോന്നുന്നു അതിനകത്ത് എളുപ്പമുള്ള ഒരേ ഒരു ടോപ്പിക്കുകൾ മാത്രമേ ഉള്ളൂ, ജോഗ്രഫി എളുപ്പമായിരുന്നു. കഴിഞ്ഞ തവണയാണെങ്കിൽ ഏറ്റവും പാട് ജോഗ്രഫി ആയിരുന്നു. പക്ഷെ ഇപ്പോ 5 മാർക്ക് ഒരു കുട്ടിക്ക് എടുക്കാൻ പറ്റും, അവിടെ 5 മാർക്ക് എടുക്കാൻ പറ്റും. ഒരു GK മൊത്തം അനലൈസ് ചെയ്താൽ 20 മുതൽ 25 വരെ മാർക്കായിരിക്കും ഒരു കുട്ടിക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത്. അതായത് ഇവിടെ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം 30, 34, GK 20, 25 ആയിരിക്കും സ്കോർ ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ അതായത് നന്നായിട്ട്, അതായത് ഒരു 4-5 മാസം പ്രിപ്പയർ ചെയ്ത ഒരു കുട്ടിക്കാണെങ്കിൽ മേടിക്കാൻ പറ്റുന്ന ഒരു മാർക്ക് കൂട്ടിയെടുക്കുമ്പോൾ 34 + 25 59 മാർക്ക്, ഒരു 59 മാർക്കായിരിക്കും സ്കോർ ചെയ്യാൻ. അതായത് അത്യാവശ്യം നന്നായി പഠിച്ചിട്ട് പോയ ഒരു കുട്ടിയെ സംബന്ധിച്ച് ആ ഒരു മാർക്കിലേക്ക് പോകാം. പക്ഷേ ഇവിടെ എല്ലാവരും മേടിക്കണമെന്നില്ല. മാത്രമല്ല ഇപ്പൊ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എടുക്കുകയാണെങ്കിൽ ഏതാണ്ട് 4000-ഓളം നിയമനങ്ങളാണ് നടക്കാൻ പോകുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും വലിയൊരു നിയമനം നടക്കാൻ പോകുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും കുറച്ചും കൂടെ ആൾക്കാരെ ഉൾപ്പെടുത്തണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ എക്സാം സ്ട്രെസ് എന്നൊരു സാധനം മനസ്സിലാക്കണം. ഇപ്പം 1.5 മണിക്കൂറേ സമയമുള്ളൂ. മാത്രമല്ല ഇപ്പൊ ആദ്യം കിട്ടുന്ന ക്വസ്റ്റ്യൻസ് മൊത്തം പാടാണെങ്കിൽ അവൻ മെന്റലി എല്ലാം തകർന്നു. അപ്പൊ ആ സ്ട്രെസ്സും ബാക്കിയെല്ലാം നോക്കുമ്പോൾ ഒരു കട്ട് ഓഫ്, എനിക്ക് തോന്നുന്ന ഒരു കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ ഇപ്പൊ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ആണെങ്കിൽ ഒരു 42-നും 48-നും ഇടയ്ക്ക്, അല്ലെങ്കിൽ 42 മുതൽ 50 വരെയുള്ള ഒരു കട്ട് ഓഫ് നമുക്ക് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, 42 മുതൽ 50 വരെ. കഴിഞ്ഞ പരീക്ഷയുടെ കട്ട് ഓഫ് 39 മാർക്കായിരുന്നു. പക്ഷെ ഇപ്പൊ ഒരു 42 മുതൽ 50 വരെ പ്രതീക്ഷിക്കാം. സ്റ്റേജ് 1 അല്ല, എനിക്ക് അവിടെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഇപ്പൊ തേർഡ് ഫേസ് എളുപ്പമാണെങ്കിൽ, തേർഡ് ഫേസ് നല്ല എളുപ്പമാണെങ്കിൽ ഈ ഫസ്റ്റ് ഫേസ് എഴുതിയ ആൾക്കാർക്കും സെക്കൻഡ് ഫേസ് എഴുതിയ ആൾക്കാർക്കും നോർമലൈസേഷനിലെ കുറച്ച് മാർക്ക് ഒരു അഡ്വാൻറ്റേജ് കിട്ടും, ഒരു കൂടാൻ സാധ്യതയുണ്ട്. പക്ഷെ ഈ തേർഡ് ഫേസും കൂടെ കഴിഞ്ഞാൽ മാത്രമേ പൂർണ്ണമായിട്ടൊരു ചിത്രം നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇവിടെ എനിക്കൊന്ന് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് നേരത്തെ പറഞ്ഞ പോലെ ഒരു 42, 50 ആ റേഞ്ച് ആയിരിക്കും കട്ട് ഓഫ് വരുന്നത്. കാര്യം ഞാൻ ഈ പറയുന്നത് ഇത്രയും ആൾക്കാർക്ക് ജോലി കൊടുക്കേണ്ടതാണ്. പ്രത്യേകിച്ച് പുതിയ ഗവൺമെന്റ് വന്നു, നല്ലൊരു മാറ്റം നമുക്ക് പ്രതീക്ഷിക്കാം. മാറേണ്ടതാണ്. അതിനുശേഷം ഇനി യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് നോക്കുകയാണെങ്കിൽ അവിടെ ഒരു 200 മുതൽ 300 അഡ്വൈസ് ഒക്കെ മാക്സിമം പോകത്തുള്ളൂ, 200-300. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ കട്ട് ഓഫ് ഒരു 48+ ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. അത് കുറ്റം പറയാൻ പറ്റത്തില്ല, അത്രയും കൂടിയാലും കാര്യം. അല്ല, ആ 48 എന്ന് പറയുന്നത് ഒരു ഡീസന്റ് ആയിട്ടുള്ള കട്ട് ഓഫ് എന്നേ പറയാൻ പറ്റുള്ളൂ ഈ പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം. കാരണം അതിലും താത്ത് പറയുന്നത് ശരിയല്ല. വേക്കൻസി അത്രയും ഇല്ല, അത്രയും കുട്ടികളെ ചിലപ്പോൾ ഉൾപ്പെടുത്തണമെന്നില്ല. അല്ല, 48+ ആണ്. 48+ എന്ന് പറഞ്ഞാൽ 48 മുതൽ 55 ആ റേഞ്ച് ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, കാര്യം അവിടെ മനസ്സിലാക്കണം, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് 200 മുതൽ 300 നിയമനങ്ങൾ വരെ മാത്രമേ നടക്കത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ നന്നായിട്ട് പഠിച്ചിട്ട് പോകുന്ന ഒരു കുട്ടിക്ക്, നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് പോകുന്ന ഒരു കുട്ടിക്ക് ഉറപ്പായിട്ടും ഞാൻ ഈ പറഞ്ഞ പോലെ 59 ആ റേഞ്ച് ഒക്കെ മേടിക്കാനായിട്ട് പറ്റും. ഓക്കെ, അതിനുശേഷം കാര്യം മക്കളെ, നമ്മൾ ഈ ഡേറ്റ എടുക്കുന്നത് നമ്മുടെ കുട്ടികളിൽ നിന്നാണ്. അപ്പൊ നമ്മുടെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് കുട്ടികൾ 60+ മാർക്ക് മേടിച്ച ആൾക്കാരുണ്ട്, നല്ല മാർക്ക് മേടിച്ച ആൾക്കാരുണ്ട്. അപ്പോ അവരത്രയും പഠിച്ചിട്ടാണ് പോയത്. കാര്യം നമ്മളവിടെ കുത്തിയിരുത്തി പഠിപ്പിക്കുന്നുണ്ട്, നമുക്കറിയാം അവർ കൊടുക്കുന്ന ആ ഒരു എഫേർട്ട് എത്രത്തോളം വരുന്നതാണെന്നൊക്കെ. ഇനി അത് കഴിഞ്ഞ് സബ് ഇൻസ്പെക്ടർ, എക്സൈസ് ഇൻസ്പെക്ടർ ഒക്കെ നോക്കുകയാണെങ്കിൽ അവിടെ അത് ഇതിനേക്കാളും കുറച്ച് നിയമനങ്ങൾ മാത്രമേ നടക്കത്തുള്ളൂ. ഫിസിക്കൽ ഉള്ള ഒരു പരീക്ഷയാണ്. എനിക്കൊന്ന് അവിടെയും ഒരു 48+ അല്ലെങ്കിൽ 50+ നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി അത് കഴിഞ്ഞ് ബാക്കിയുള്ള 2 പരീക്ഷകൾ, അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് നാഷണൽ സേവിങ്സും കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലാണെങ്കിൽ അവിടെ വളരെ കുറച്ച് മാത്രമേ നിയമനം നടക്കത്തുള്ളൂ. 25 അത്രയൊക്കെ നിയമനങ്ങൾ നടക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ നല്ല കട്ട് ഓഫ്, 60 കൂടിയാലും നമുക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല. കാര്യം വളരെ കുറച്ച് നിയമനങ്ങൾ മാത്രമേ ഇവിടെ നടക്കത്തുള്ളൂ. പക്ഷെ ഇത് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്
തേർഡ് ഫേസിനാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ PSC യെ കുറിച്ച് പറയാനാണെങ്കിൽ ക്വസ്റ്റ്യൻസിന്റെ നിലവാരം നോക്കുകയാണെങ്കിൽ കൊള്ളാം, നല്ല കുഴപ്പമില്ല. അതായത് ഇവിടെ രണ്ട് കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു ഷിഫ്റ്റ് ഉണ്ടാകുന്നുണ്ട്, അതായത് ക്വസ്റ്റ്യൻ പാറ്റേണിന്റെ ഒരു ഷിഫ്റ്റ് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. സാധാരണഗതിയിൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നത്, ഇപ്പൊ കോൺസ്റ്റിറ്റ്യൂഷനിൽ വലിയ ചോദ്യങ്ങൾ ഇവിടെ ഇല്ല, പക്ഷെ ചോദ്യങ്ങൾ ഈ സിവിക്സ് കോൺസ്റ്റിറ്റ്യൂഷൻ റീജിയനിൽ നിന്ന് വരുന്നത് എങ്ങനെയാണ്? റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് പ്രകാരം കൊണ്ടുപോയി രജിസ്റ്റർ ചെയ്യാൻ എത്രയാണ് ഫീസ്? ഇതായിരിക്കും ഒരു സ്റ്റേറ്റ്മെന്റിലെ ചോദ്യങ്ങൾ പല പല. പിന്നെ ആദ്യത്തെ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? ഇത്തരത്തിലുള്ള ചോദ്യങ്ങളിൽ നിന്ന് കുറച്ചുകൂടി അകത്തോട്ട് കയറിയിട്ടുള്ള, കുറച്ചുകൂടി ലെജിസ്ലേറ്റീവ് ആയിട്ടുള്ള ചോദ്യങ്ങളിലോട്ട്, അല്ലെ, കുറച്ച് വാക്കുകളിലോട്ട്, നല്ല കുറച്ച് ടേമുകളിലോട്ടൊക്കെ ഒരു ഷിഫ്റ്റ് വന്നിട്ടുണ്ട്. പലപ്പോഴും അത്ര അങ്ങോട്ട് കേട്ട് പരിചയമില്ലാത്ത, എന്നാൽ ഒരു ഉദ്യോഗസ്ഥനാകാൻ പോകുന്ന അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഗവൺമെന്റൽ ടേമുകളിലോട്ടൊക്കെ ഒരു ഷിഫ്റ്റ് ക്വസ്റ്റ്യൻസിൽ വന്നിട്ടുണ്ട് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അത് നല്ല കാര്യമാണ്. കാരണം അത്തരത്തിലുള്ള ചോദ്യങ്ങൾ വരണം. അപ്പോഴാണ് ഒരു കോമ്പറ്റീഷൻ വരിക. ചുമ്മാ സിമ്പിൾ ചോദ്യം ഇട്ടിട്ട് 100-ൽ 70-80 വാങ്ങാൻ പറ്റുന്ന ഒരു പാറ്റേണിലോട്ട് കൊണ്ടുപോകുന്നത് നല്ലത്, പഠിച്ചവർക്ക് പ്രയോജനം ഉണ്ടാകുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, ഇതിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ വാങ്ങാൻ സാധ്യതയുള്ള ഒരു മാർക്ക് റേഞ്ച് എത്രയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ അതൊരു 35-നും 45-നും ഇടയിലൊക്കെ ആയിരിക്കും ഏറ്റവും കൂടുതൽ കുട്ടികൾ വന്ന് വീഴാൻ ചാൻസ് ഉള്ളത്. കാരണം നെഗറ്റീവ് കൂടി കാണും. പലരും മറ്റേ പൊട്ടക്കണ്ണന്റെ മാർക്ക് നന്നായിട്ട് അടിച്ചിട്ടുണ്ടാവും, അപ്പൊ സ്ട്രെസ് വന്ന് കാണും. ഇനിയും ഒന്നാമത്തെ പരീക്ഷ ഇങ്ങനെ ആയിരുന്നില്ലേ, രണ്ടാമത്തെ പരീക്ഷ ചെയ്യുമ്പോൾ കൂടുതൽ മാർക്ക് വാങ്ങണമല്ലോ എന്ന് വിചാരിച്ച് വെറുതെ അവസാന നിമിഷം കയറി കറക്കി അടിച്ചവരുണ്ടാവും. ഇതൊക്കെ മാറ്ററാണ്. സ്വാഭാവികമായിട്ടും ഈ ഒരു റേഞ്ചിലായിരിക്കും കൂടുതൽ ആളുകൾ. അപ്പം ഈ 45-ന് മുകളിലോട്ട് അല്ലെങ്കിൽ 50-ന് മുകളിലോട്ടൊക്കെ ആളുകളുടെ എണ്ണം എന്താണ് കുറയാനാണ് തീർച്ചയായിട്ടും തോന്നുന്നത്. അപ്പോൾ ഇനി മെയിൻസ് എക്സാം ആണ് മക്കളെ. നിങ്ങളിപ്പോ ഒരു സേഫ് ആയിട്ടൊരു മാർക്ക് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, ഞങ്ങൾ ഈ പറഞ്ഞ റേഞ്ചുള്ള മാർക്ക് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, ഉറപ്പായിട്ട് നിങ്ങൾ നിങ്ങളുടെ മെയിൻസിന്റെ പ്രിപ്പറേഷൻ ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്യും. എന്തുകൊണ്ട് ഞങ്ങൾ അങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചാൽ, ഓഗസ്റ്റ് മാസമാണ് മെയിൻസ് എക്സാം നടക്കാൻ പോകുന്നത്. അപ്പൊ ഈ ഓഗസ്റ്റിന് ഇനി എത്ര മാസമേ ഉള്ളൂ? വെറും 2.5 മാസം മാത്രമേ മുമ്പിലുള്ളൂ. ഈ 2.5 മാസം കൊണ്ട് ഒരുപാട് നമുക്ക് തീർക്കാനുണ്ട്. അപ്പൊ പ്രിലിംസ് എന്ന് പറഞ്ഞാൽ ഒരു ക്വാളിഫയിങ് എക്സാം മാത്രമാണ്. അപ്പൊ ഈ ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അതിനകത്ത് പറയുന്നത് എങ്ങനെ ടൈം മാനേജ് ചെയ്യാം. ഉറപ്പായിട്ടും ആ വീഡിയോ കണ്ടിട്ട് പോയെങ്കിൽ നിങ്ങൾക്ക് അതിന് അഡ്വാൻറ്റേജ് കിട്ടും. അപ്പൊ ഞാൻ കൃത്യമായിട്ട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് മാത്സ്, ഇംഗ്ലീഷ്, മലയാളം ഒരു 30 മുതൽ 35 മാർക്ക് വരെ അവിടെ സ്കോർ ചെയ്യാൻ പറ്റും. GK നിങ്ങൾക്ക് ഒരു 25 മാർക്ക് അറ്റൻഡ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് മൊത്തം അതിനകത്ത് കാണും. അത് മര്യാദയ്ക്ക് പോയി അറ്റൻഡ് ചെയ്യാം. നെഗറ്റീവ് മാക്സിമം കുറയ്ക്കുക. ഇന്നലെ ഒരു 2 സ്റ്റെപ്പ് റേഡിന്റെ ഒക്കെ ഒരു സ്ട്രാറ്റജി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിക്കാണും. ഇനി അത് കഴിഞ്ഞ് എനിക്ക് പറയാനുള്ളത് മക്കളെ, പ്രിലിംസ് ഒരു ക്വാളിഫയിങ് എക്സാം മാത്രമാണ്. ഒരു ക്വാളിഫയിങ് എക്സാം മാത്രം. നിങ്ങളിപ്പോ 70 മേടിച്ചാലോ 80 മേടിച്ചാലോ 60 മേടിച്ചാലോ ഒരു കാര്യമില്ല. ജസ്റ്റ് ആ കട്ട് ഓഫ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ആ ബെനിഫിറ്റ് നിങ്ങൾക്ക് അവിടെ വേറെ ഒന്നും കൂടുതലൊന്നും കിട്ടാനില്ല. പക്ഷേ മെയിൻസ് അങ്ങനെയല്ല. മെയിൻസ് ഓരോ മാർക്കും ശ്രദ്ധിച്ചേടാ, ഓരോ മാർക്കും ഒരു റാങ്ക് ലിസ്റ്റിനകത്ത് നിങ്ങളെ ഒരു 30 റാങ്കൊക്കെയാണ് മുമ്പിലേക്കും പുറകിലേക്കും തള്ളാൻ പോകുന്നത്. ഇപ്പൊ 30 റാങ്ക് എന്നൊക്കെ പറഞ്ഞാൽ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, സബ് ഇൻസ്പെക്ടർ, എക്സൈസ് ഇൻസ്പെക്ടർ എന്ന് പറഞ്ഞാൽ ജോലി കിട്ടാതിരിക്കാം. അവിടെ 0.3 മാർക്കും ഇമ്പോർട്ടന്റ് ആണ്. അപ്പോ വളരെ കുറച്ച് സമയം മാത്രം നിങ്ങളുടെ മുമ്പിലുള്ളൂ. ഒരു 75 ദിവസം, 2.5 മാസമാണ് നിങ്ങളുടെ മുമ്പിലുള്ള സമയം. അത് ഏറ്റവും നന്നായിട്ട് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്തോ. ഇനി രണ്ടാമത് പറയാനുള്ളത്, അവിടെ ഒരു സിലബസ് വരാനുണ്ട്. അപ്പൊ ഈ മാസം മെയ് 20-നും 25-നും ഇടയ്ക്ക് കലണ്ടർ വരും. ഓഗസ്റ്റിൽ എക്സാം കലണ്ടർ വരും. അപ്പൊ അത് വരുന്ന സമയത്ത് തന്നെ മെയിൻസിന്റെ സിലബസും അതിന്റെ കൂടെ വന്നേ പറ്റത്തുള്ളൂ. അപ്പോ നമ്മൾ ഈ വരുന്ന മെയ് 18-ന് സൂപ്പർ നോട്ട്സ് ഡിഗ്രി മെയിൻസ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പൊ അവിടെ ഒരു കാര്യം നിങ്ങൾക്ക് ഉറപ്പിക്കാം, ഏറ്റവും നല്ല ക്ലാസ്സസ് ആയിരിക്കും നിങ്ങൾക്ക് അവിടെ കിട്ടുന്നത്. അപ്പൊ ഞാൻ ഈ പറയുന്നത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് നമ്മുടെ റിസൾട്ട് വെച്ചിട്ടാണ്. അപ്പൊ 150-ലധികം റിസൾട്ടാണ് ആ റാങ്ക് ലിസ്റ്റിനകത്ത് നമ്മുടെ ഉള്ളത്. ഉറപ്പാണ് എനിക്ക് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് റാങ്ക് ലിസ്റ്റ് വരുന്ന സമയത്ത് നമ്മുടെ കുട്ടികളായിരിക്കണം അവിടെ ഫസ്റ്റ് വരേണ്ടത്. ഒരു വാശിയാണ്, അത് നമ്മുടെ ലക്ഷ്യമാണ്. അതേപോലെ SSC JEയുടെ SSC റിസൾട്ട് ആണെങ്കിൽ, SSC മാത്രമല്ല RRB റിസൾട്ട് ആണെങ്കിൽ, നമുക്ക് SSC ബാച്ച് ആ സമയത്ത് ഇല്ലായിരുന്നു. RRB JE ആണെങ്കിൽ സ്റ്റാർട്ടിങ് തന്നെ 55-ലധികം കുട്ടികൾ, എനിക്കൊന്ന് ഇപ്പം പുതുതായിട്ട് പുതിയ അഡ്വൈസും കൂടെ പോയപ്പോൾ 65-ലധികം കുട്ടികൾ ഞങ്ങളുടെ സെലക്ഷൻ ആയിട്ടുണ്ട്. ഇനി പുതിയ CBT 1-ന്റെ റിസൾട്ട് വന്നിട്ടുണ്ട്, ജെയുടെ പുതിയ CBT 1 റിസൾട്ട് വന്നിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് ഞങ്ങളുടെ കുട്ടികളാണ് ഫുൾ നിൽക്കാൻ പോകുന്നത്. ഇനി ഗ്രൂപ്പ് ഡി റിസൾട്ട് വരുമ്പോഴും, ഫുള്ള് വരുമ്പോഴും, NDPs വരുമ്പോഴും അവിടെ ഫുള്ള് നമ്മളായിരിക്കും. അത് നമ്മുടെ സ്ട്രാറ്റജിയുടെ വിജയമാണ്, നമ്മുടെ ഒരു ടീം വർക്കാണ്, നമ്മുടെ മെന്റർഷിപ്പിന്റെ വിജയമാണ്. അത് നമ്മൾ അത്രയും എഫേർട്ട് കൊടുക്കുന്നുണ്ട്. ഓരോ ബാച്ചിലും നമ്മൾ എത്ര എഫേർട്ട് കൊടുക്കുന്നുണ്ട്. ആ കുട്ടികളെ നന്നായിട്ട് കേൾക്കുന്നുണ്ട്, നന്നായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. കൃത്യമായിട്ടുള്ള മെന്റർഷിപ്പ്, കൃത്യമായിട്ടുള്ള മോട്ടിവേഷൻസ് എല്ലാം നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ സൂപ്പർ നോട്ട്സിനെ മെയിൻസ് ബാച്ചിലേക്ക് ചൂസ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഒന്ന്, ഏറ്റവും നല്ല ക്ലാസ്സസ് ആയിരിക്കും. അത് ഒരുപക്ഷെ എല്ലാവരും കൊടുക്കുന്ന ഒരു സംഭവമായിരിക്കും. അത് മാത്രം പോരണം. ക്ലാസ് മാത്രം വെച്ച് നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ, ഒന്ന്, കൃത്യമായിട്ടുള്ള ക്ലാസ്സസ് ആയിരിക്കണം. അതായത് വലിച്ചു നീട്ടാതെ. നമുക്ക് വളരെ കുറച്ച് സമയം മാത്രം നമ്മുടെ മുമ്പിലുള്ളൂ. 75 ദിവസം മാത്രമേ മുമ്പിലുള്ളൂ. അപ്പോൾ ഞാൻ പറയുകയാണ്, 75 ദിവസം കൊണ്ട് നിങ്ങൾക്ക് പണ്ടെങ്ങോട്ട് റെക്കോർഡ് ചെയ്ത് വെച്ചാൽ, സൂപ്പർ നോട്ട്സ് സ്റ്റാർട്ട് ചെയ്ത് 1.5 വർഷമായുള്ളൂ. നമ്മളതിൽ പഴയ ക്ലാസ്സസ് ഒന്നുമില്ല. മാത്രമല്ല നമ്മൾ ഓരോ ബാച്ചിനുമാണ് ക്ലാസ്സസ് എടുക്കുന്നത്. അല്ലെ, പഴയ ക്ലാസ്സിൽ നമ്മൾ കീപ്പ് ചെയ്യാറുള്ള ഒരു ബാച്ചിലും കൊടുക്കാറില്ല. ഓക്കെ,
അപ്പോൾ നമ്മുടെ സ്ട്രാറ്റജി ഇതാണ്. ഈ 75 ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും, ഞാനിപ്പോ പറയാണ്, 500+ അവേഴ്സിന് ക്ലാസ്സസ് നിങ്ങൾക്ക് കിട്ടും. അത് ആര് പഠിക്കാനാണ്? ആർക്ക് പഠിച്ച് തീർക്കാൻ പറ്റും ഇത്രയും? ഒരിക്കലും പഠിച്ചു തീർക്കാൻ പറ്റത്തില്ല. സോ വളരെ പ്രിസൈസ് ആയിട്ടുള്ള ടോപ്പിക്സ് അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടിയിരിക്കും. നിങ്ങളുടെ സമയത്തിന് ഏറ്റവും നല്ലൊരു വില നമ്മൾ തന്നിരിക്കും. ഏറ്റവും നല്ല നോട്ട്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കും. കാര്യം ഇപ്പൊ പ്രിലിംസിന്റെ ടോപ്പിക്കിലെല്ലാം നിങ്ങൾ ക്ലാസ് ആണോന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. നിങ്ങൾക്ക് ആ ടോപ്പിക് അറിയാമെങ്കിൽ റിവിഷൻ കൊടുത്താൽ മാത്രം മതി. ആ റിവിഷനായിട്ട് ഏറ്റവും നല്ല നോട്ട് നമ്മുടെ റിസർച്ച് ടീം ഇപ്പൊ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ നോട്ട് വായിക്കാം. അത് എല്ലാ പോയിന്റ്സും നിങ്ങൾക്ക് കിട്ടും. ആഡ് ഓൺ പോയിന്റ്സ് നിങ്ങൾക്ക് കിട്ടും. UPSCയുടെ പ്രീവിയസ് ക്വസ്റ്റൻസ് അതിനകത്ത് വരും. PSCയുടെ പ്രീവിയസ് ക്വസ്റ്റൻസ് അതിനകത്ത് വരും. ഒരു ടെസ്റ്റ് പാക്ക് നിങ്ങൾക്ക് ആഡ് ആയിട്ടുണ്ട്. അങ്ങനെ ഏറ്റവും നല്ല ക്ലാസ് നിങ്ങൾക്ക് കിട്ടും. ഏറ്റവും നല്ല നോട്ട്സ് കിട്ടും. ഏറ്റവും നല്ല ടെസ്റ്റ് കിട്ടും. ഏറ്റവും നല്ല റിവിഷൻ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടിയിരിക്കും. അപ്പൊ നമ്മുടെ സൂപ്പർ നോട്ട്സിന്റെ മാത്രം പ്രത്യേകതയാണ് ഒന്ന് കൃത്യമായിട്ടുള്ള മെന്റർഷിപ്പ്. അതായത് ഓരോ ആഴ്ചയിലും ഓരോ പ്രോബ്ലത്തിനെ അഡ്രസ് ചെയ്തുള്ള മെന്റർഷിപ്പ് സെഷൻ ആയിരിക്കും വരുന്നത്. ഇപ്പോൾ ഫസ്റ്റ് സെഷൻ എങ്ങനെയായിരിക്കും, എങ്ങനെ ടൈം മാനേജ് ചെയ്യാം. സെക്കൻഡ് സെഷൻ എങ്ങനെ സ്ട്രെസ് കുറയ്ക്കാം. അത് കഴിഞ്ഞ് തേർഡ് സെഷൻ എങ്ങനെ ഹോട്ട് ടോപ്പിക്സിനെ ഐഡന്റിഫൈ ചെയ്യാം. അങ്ങനെ കൃത്യമായിട്ടുള്ള മെന്റർഷിപ്പ് സെഷൻ നിങ്ങൾക്ക് അവിടെ കിട്ടിയിരിക്കും. കൃത്യമായിട്ട് നിങ്ങളെ ഗൈഡ് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോയിരിക്കും. ഓക്കെ, ഇനി അടുത്ത രണ്ടാമതായിട്ട് നമ്മുടെ റിവിഷനാണ്. ലൈവായിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെഷൻ നിങ്ങൾക്ക് കിട്ടിയിരിക്കും. ഇപ്പൊ നമ്മുടെ ഈ പ്രിലിംസ് എന്തുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് എളുപ്പമാവുന്നു, നമ്മുടെ കുട്ടികൾ കയറി വരുന്നു, റീസൺ ഇത്രയേ ഉള്ളൂ. അവർ അത്രയും ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യിപ്പിച്ചിട്ടാണ് നമ്മൾ വിടുന്നത്. എനിക്ക് തോന്നുന്നു കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ഒക്കെ മെയിൻസ് ബാച്ചിൽ ഏതാണ്ട് ഒരു 70-80 ലൈവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെഷൻസ് അത് നമ്മൾ മാത്രമേ കൊടുക്കത്തുള്ളൂ. ലൈവ് ആയിട്ടുള്ള അത്രയും ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെഷൻസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഒരു കുട്ടി പോകുമ്പോൾ ഇത്രയും എക്സാം എഴുതിയ അനുഭവത്തോടെയാണ് അവൻ അവിടെ കയറി പോകുന്നത്. അപ്പൊ അവന് പേടിക്കേണ്ട ആവശ്യമില്ല, സ്ട്രെസ് വരേണ്ട ആവശ്യമില്ല. അത് നമ്മൾ അത്രയും നന്നായിട്ട് നോക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ആ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് നമ്മുടെ മെയിൻസ് ബാച്ചിലും കിട്ടിയിരിക്കും. അപ്പൊ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും, നമ്മുടെ ആദ്യത്തെ ബാച്ചിൽ 250 പേർക്ക് മാത്രമേ ജോയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ 18-ാം തീയതിയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ഇനി എനിക്കൊന്നിന് കുറച്ച് സീറ്റും കൂടെ അതിനകത്ത് വരുന്നുള്ളൂ. ഒരുപാട് പേരില്ല. മെയിൻസ് ചൂസ് ചെയ്യുന്ന സമയത്ത്, മെയിൻസിന്റെ ഒരു ബാച്ച് ചൂസ് ചെയ്യുന്ന സമയത്ത് സൂപ്പർ നോട്ട്സിലേക്ക് വരണം അല്ലെങ്കിൽ സൂപ്പർ നോട്ട്സ് ചൂസ് ചെയ്യണം എന്നൊക്കെ പറയുന്നതിന്റെ ഒരു 2 റീസൺ ഈ എക്സാമിൽ ഭയങ്കര പ്രകടമായിരുന്നു. ആ കാര്യം കൂടി നിങ്ങളൊന്ന് മനസ്സിൽ വെച്ചോ. ഒന്ന്, നിങ്ങൾ മാത്സ് എക്സാം ഈ സെക്കൻഡ് സ്റ്റേജ് ചെയ്തിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ ഇനി ചെയ്യാനായിട്ട് പോകുന്നവരാണ്, ഇപ്പം ഫസ്റ്റ് ഫേസോ തേർഡ് ഫേസോ ഒക്കെ എഴുതാൻ പോകുന്നവരാണ് ചെയ്യുമെങ്കിൽ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിച്ചോണം. നിങ്ങൾ പഴയ രീതിയിൽ പണ്ടൊക്കെ ഈ വെട്ടി ക്രിയകളൊക്കെ കുറെ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു അല്ലെ, വെട്ടി കണക്ക് കണ്ടുപിടിക്കാം, പെട്ടെന്ന് ഉത്തരങ്ങളിലേക്ക് എത്താമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ആ ഒരു പാറ്റേണിനെ ബ്രേക്ക് ചെയ്യുന്ന ചോദ്യങ്ങൾ വന്നു തുടങ്ങി. സൂപ്പർ നോട്ട്സ് പലപ്പോഴും നിങ്ങൾ നമ്മുടെ സെഷൻസിൽ വിജയ് സാറൊക്കെ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം. ആ ശൈലി എപ്പോഴും അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല, പണി വരും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ കൃത്യമായിട്ട് മാത്സിനെ അതിന്റെ ബേസ് അറിഞ്ഞ് തന്നെ പഠിച്ചു പോകണമെന്ന് പറയാറുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ പറഞ്ഞതിന്റെ അല്ലെങ്കിൽ അങ്ങനെ പഠിപ്പിച്ചതിന്റെ ഗുണം നമ്മുടെ സ്റ്റുഡൻസിന് തീർച്ചയായിട്ടും കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഈ മാത്സ് പഠിക്കുമ്പോഴായിക്കോട്ടെ, ഇംഗ്ലീഷ് പഠിക്കുമ്പോഴായിക്കോട്ടെ, ഏത് സബ്ജക്റ്റിനെ പഠിച്ചാലും കാലം മാറി ആ മാറ്റത്തെ ഉൾക്കൊണ്ടുകൊണ്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അല്ലാതെ പഴയ രീതിയിൽ ഇപ്പോഴും വെട്ടിക്രിയ കുറെ പഠിച്ച് നിങ്ങൾ അങ്ങ് 20 മാർക്ക് സ്കോർ ചെയ്യാമെന്നൊന്നും ധരിച്ചു കളയരുത്. അപ്പൊ അതുകൊണ്ട് പഠനത്തെ ആ രീതിയിൽ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റണം. രണ്ടാമത്തെ കാര്യം, ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്ന കേസ് പറഞ്ഞു. അതായത് ഇവിടെ ഈ ഒരു പ്രിലിംസ് എക്സാമിനായാലും ഇനി വരുന്ന മെയിൻസ് എക്സാമിനാണെങ്കിലും ഇവിടെ ഏറ്റവും കൂടുതൽ മാറ്റർ ചെയ്യാൻ പോകുന്നത് സമയം തന്നെയാണ്. ഒരു കുട്ടി സമയത്തെ എങ്ങനെ വിനിയോഗിക്കുന്നു എന്നുള്ളതിനെ അടിസ്ഥാനമാക്കി മാത്രമേ റാങ്ക് ലിസ്റ്റിലേക്ക് എത്തൂ. നിങ്ങൾക്ക് എത്ര അറിവുണ്ടായാലും, നിങ്ങൾ എത്ര ബൾക്കായിട്ട് 100 മാർക്കിന്റെ കണ്ടന്റ് പഠിച്ചാലും, നിങ്ങളവിടെ ടൈമിനെ എങ്ങനെ മാനേജ് ചെയ്യുന്നു, ആ ടൈമിനനുസരിച്ച് നിങ്ങൾ സ്ട്രെസ്സിനെ നിങ്ങൾ എങ്ങനെ മാനേജ് ചെയ്യുന്നു, ഇതിനനുസരിച്ചിട്ട് ക്വസ്റ്റ്യൻസിൽ റിസൾട്ട് കിട്ടുന്നത് മാറും. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെഷൻസ് തരും, നമ്മുടെ എക്സാംസ് നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കും എന്ന് പറയുന്നത്. 2 രീതിയിലാണ് അതിന് നമ്മൾ അപ്രോച്ച് ചെയ്തത്. ഒന്ന്, ലൈവ് ആയിട്ടുള്ള അധ്യാപകരായിട്ട് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെഷൻസ് തന്നു. 2, നിങ്ങളുടെ ബാച്ചുകളിൽ തന്നെ വീക്ക്ലി എക്സാമുകളായിട്ടും 100 മാർക്കിന്റെ എക്സാമുകളായിട്ടും ടെസ്റ്റ് പാക്ക് ആയിട്ടും നമ്മുടെ ചാപ്റ്റർ ടെസ്റ്റുകളായിട്ടും ഒക്കെ എക്സാംസ് വന്നു. ഇതിന്റെയൊക്കെ പ്രത്യേകത എന്തായിരുന്നു? പരമാവധി സമയത്ത് നിങ്ങൾക്ക് എങ്ങനെ മാനേജ് ചെയ്യിപ്പിക്കാൻ പറ്റും, സമയത്തെ എങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം നിങ്ങളെ കൊണ്ട് ബോധ്യപ്പെടുത്തുക. 2, ടെൻഷൻ ഇല്ലാതെ, ഒരു ചോദ്യം ചെയ്യുമ്പോൾ ടെൻഷൻ ഇല്ലാതെ ആ ക്വസ്റ്റിനെ അഭിമുഖീകരിക്കാൻ പറ്റുക. ഈ 2 കാര്യവും അവർക്ക് കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഒരു ബാച്ച് ചൂസ് ചെയ്യുന്ന സമയത്ത് മസ്റ്റായിട്ട് ഈ 2 കാര്യങ്ങൾ എൻഷുർ ചെയ്യുക. നിങ്ങളെ അവിടെ ഇപ്പോഴും പഴയ രീതിയിലുള്ള വെട്ടിക്കൂട്ട് ക്രിയകളൊക്കെ തന്നെയാണോ പഠിപ്പിക്കുന്നത്? 2, സമയത്തെ മാനേജ് ചെയ്യാനായിട്ട്, സ്ട്രെസ്സിനെ മാനേജ് ചെയ്യാനായിട്ട് ആ ബാച്ചിൽ അവരെന്ത് തരുന്നുണ്ട്? 2 കാര്യം മതി. അധ്യാപകരായിട്ട് കൃത്യമായിട്ടുള്ള ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെഷൻസ് തരിക, മെന്റർഷിപ്പ് പ്രോപ്പർ ആയിട്ട് നടത്തുക. ഇത് ഇവിടെ കൃത്യമായിട്ട് അവിടെ ഒരു കാര്യമുണ്ട്. ഈ മെന്റർഷിപ്പ് സെഷൻസ് എടുക്കുന്നത് മെന്റർ ആണോ അതോ ഫാക്കൽറ്റി ആണോ, അതുകൊണ്ട് ചെക്ക് ചെയ്ത് നോക്കുക. ഇപ്പോ നമ്മുടെ ഡിഗ്രി ലെവൽ മെയിൻസ് ബാച്ചിലാണെങ്കിൽ മെന്റർഷിപ്പ് എടുക്കുന്നത് നമ്മൾ 2 പേരും. എല്ലാ തിങ്കളാഴ്ചയും അവർക്ക് വേണ്ടുന്ന ഒരു മോട്ടിവേഷൻ സെഷൻ, ഒരു സെഷൻ വരും. അടുത്ത ആഴ്ചയിൽ ഒരിക്കലും മെന്റർഷിപ്പ് സെഷൻ ആണെങ്കിൽ നമ്മൾ 2 പേരുണ്ടെങ്കിലും ആരുടെങ്കിലും ഒരു സെഷൻ നിങ്ങൾക്ക് അവിടെ കൃത്യമായിട്ട് കിട്ടിയിരിക്കും. ഓക്കെ, അപ്പോ നമ്മൾ 2 പേരും ഈ ഫേസ് ഒക്കെ കഴിഞ്ഞു പോയ ആൾക്കാരാണ്. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങളെ ഗൈഡ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. എന്താ പറയാ,
ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരു ടീമാണ് നിങ്ങളെ ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത്. ഇനി നമ്മളെ പാനലിൽ നോക്കുകയാണെങ്കിൽ, ഫാക്കൽറ്റീസിനെ നോക്കുകയാണെങ്കിൽ, ഒന്ന് ജോഗ്രഫി എടുക്കുന്നത് ഞാനാണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എനിക്ക് ഒരു കാര്യം പറയാൻ പറ്റും, ജോഗ്രഫിക്കകത്ത് ഒരിക്കലും എന്റെ ക്ലാസ് കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ റിവിഷൻ പോലും ആവശ്യം വരത്തില്ല. അത് വേറെ ഒന്നും കൊണ്ടല്ല, ഞാൻ മൊത്തം നല്ല വരച്ചാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ആ ഇമേജ് മൊത്തം നിങ്ങളുടെ മനസ്സിനകത്താണ്. എക്കണോമിക്സ് വരുന്നത് ജോബിൻ സാറാണ്. സ്പെഷ്യൽ കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, സ്പെഷ്യൽ ടോപ്പിക് എടുക്കുന്നതിൽ പ്രധാനപ്പെട്ട എല്ലാ ടോപ്പിക്കിലും കൈകാര്യം ചെയ്യുന്നത് ഞങ്ങളാണ്. അടുത്ത കോൺസ്റ്റിറ്റ്യൂഷൻ ഫോഴ്സിന്റെ സ്പെഷ്യൽ ടോപ്പിക്കിൽ എടുക്കുന്നത് ചന്ദ്രബാബു സാറ്. അതേപോലെ തന്നെ നമ്മുടെ അനശ്വര മിസ്സും ചേർന്നാണ് എടുക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞ് അടുത്ത മാത്സ് എടുക്കുന്നത് ഒരു വലിയ ടീമാണ്. വിജയ് സാർ, ശരവൺ സാർ, അരൂപ് സാർ, ശരത് സാർ, അങ്ങനെ ഡെഡിക്കേറ്റഡ് ടീമാണ് ക്ലാസ് എടുക്കുന്നത്. ഇംഗ്ലീഷ് ക്ലാസ്സസ് എടുക്കുന്നത് പ്രജീഷ് സാറാണ് ക്ലാസ് വരുന്നത്. അതിനുശേഷം കറണ്ട് അഫേഴ്സ് എടുക്കുന്നത് നമ്മുടെ കാർത്തിക മിസ്സും പിന്നെ വൈഷ്ണവ് സാർ ചേർന്നാണ് കറണ്ട് അഫേഴ്സ് കൈകാര്യം ചെയ്യുന്നത്. പിന്നെ ആർട്സ് സ്പോർട്സ് ലിറ്ററേച്ചർ എടുക്കുന്നത് ആതിര മിസ്സും ഷിബു സാർ ചേർന്നാണ് മലയാളം ഷിബു സാറാണ് ചേർന്നാണ് ക്ലാസ്സസ് എടുക്കുന്നത്. അങ്ങനെ ഒരു വലിയ ടീം എന്റെ ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടിയിരിക്കും. ഓക്കെ, പിന്നെ നിങ്ങളെ കേൾക്കാൻ ഒരാളുണ്ടാവും. ഓക്കെ, ഇതാണ് നമുക്ക് നിങ്ങൾക്ക് ഓഫർ ചെയ്യാനുള്ളത്. ബാക്കി എന്താ, ബാക്കി വേറെ മക്കളെ, ഇന്ന് എക്സാം എഴുതിയ ആൾക്കാരൊക്കെ ഇന്നൊരു ദിവസം റെസ്റ്റ് എടുക്കാം. ഇന്നൊരു ദിവസം സമാധാനമായിട്ട് കിടന്നുറങ്ങാം, കൂളായിട്ട് അങ്ങ് ഇരിക്കാം. നാളെ രാവിലെ മുതൽ നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്ത് ബ്രേക്ക് കൊടുക്കരുത്. കാര്യം ഒരു 10 ദിവസം ബ്രേക്ക് കൊടുത്താൽ 11ാം ദിവസം നിങ്ങൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒന്നേന്ന് നിങ്ങൾ തുടങ്ങേണ്ടി വരും. ബ്രേക്ക് കൊടുക്കാതെ നിങ്ങളുടെ പ്രിപ്പറേഷൻ മുമ്പോട്ട് കൊണ്ടുപോകാം. നമ്മൾ കൂടെ ഉണ്ട്. അപ്പൊ നന്നായിട്ട് പഠിച്ചോ, വലിയ ടെൻഷനൊന്നും വേണ്ട. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എക്സാം പാടായിരുന്നു, കട്ട് ഓഫ് ഈ റേഞ്ചിലേ വരത്തുള്ളൂ. ബാക്കിയൊന്നും പറയാനില്ല മക്കളെ. ഓൾ ദ ബെസ്റ്റ്. തേർഡ് ഫേസ് എക്സാം ഉള്ളവര് നമ്മൾ ഇതിന്റെ ഒരു സെക്കൻഡ് ഫേസിന്റെ നോട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ഫേസിന്റെ ഓൾറെഡി നമ്മൾ ഒരു നോട്ട് അതിനകത്ത് ഇട്ടിട്ടുണ്ട്, ടെലഗ്രാമിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ സെക്കൻഡ് ഫേസിന്റെ നോട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ആ നോട്ട് നിങ്ങൾ നന്നായിട്ട് യൂസ് ചെയ്യുക. എനിക്കൊന്ന് ഫസ്റ്റ് ഫേസിന്റെ 1200 ഷെയറുകൾ കഴിഞ്ഞു നോട്ട്സിന്റെ കേസ്. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് ബാച്ചിലേക്ക്, നമ്മുടെ മെയിൻസ് ബാച്ചിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ടുണ്ട്. പക്ഷെ അവിടെ എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് നിങ്ങൾക്ക് ഉണ്ട്, ഇങ്ങനെയാണ് പോവേണ്ടത് അല്ലെങ്കിൽ ഏത് രീതിയിലാണ് നിങ്ങൾക്ക് ബാച്ചിലെ ക്ലാസ്സുകൾ വരിക, അങ്ങനെ എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും താഴെ ഒരു ഗൂഗിൾ ഫോം ഉണ്ടായിരിക്കും. ആ ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്തോടാം. ഇനി അല്ല നേരിട്ട് വിളിക്കണമെന്നുണ്ടെങ്കിൽ 82812266 നമ്പറിലേക്ക് വിളിക്കാം. നമ്മുടെ സൂപ്പർ നോട്ട്സിന്റെ ആപ്പ് നിങ്ങൾ ഇതുവരെ ഡൗൺലോഡ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് ഡൗൺലോഡ് ചെയ്തോ. അതിനകത്ത് കുറേ പ്രീവിയസ് ഇയർ ചോദ്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് നമ്മുടെ ഡെമോ ക്ലാസ്സുകളെല്ലാം ആ ആപ്പിൽ കയറി കാണാനായിട്ട് പറ്റും. ഡയറക്റ്റ് ആയിട്ട് പർച്ചേസ് ചെയ്യണമെങ്കിലും ആപ്പിൽ ഓപ്ഷൻ ഉണ്ട്, അങ്ങനെയും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ വേറൊരു പ്രത്യേകത പറഞ്ഞാൽ, നമ്മുടെ മെന്റർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പോ എന്റെ ഫോൺ നമ്പർ, എന്റെ നമുക്ക് വേറെ 2 നമ്പറോ 3 നമ്പറോ ഒന്നുമില്ല, ഒറ്റ നമ്പർ. ഞാൻ എനിക്ക് കഴിഞ്ഞ ഒരു 15 വർഷം കൊണ്ട്, അല്ലെങ്കിൽ ഫോൺ എടുത്ത കാലം തൊട്ട് ഒറ്റ നമ്പർ മാത്രമേ എനിക്കുള്ളൂ. അപ്പൊ അത് നമ്മുടെ എല്ലാ കുട്ടികളിലും ഷെയർഡ് ആണ്. ജോബി സാറിന്റെ നമ്പറും എല്ലാവരിലും ഷെയർഡ് ആണ്. അപ്പൊ ഇതാണ് നമ്മൾ ഒരു എൻഡ് ടു എൻഡ് കോൺടാക്ട് വരുന്നത്. എനിക്ക് തോന്നുന്നു ഇതൊക്കെ സൂപ്പർ നോട്ട്സിന്റെ മാത്രം പ്രത്യേകത ആയിരിക്കും. ഓക്കെ, അപ്പൊ നന്നായിട്ട് പഠിച്ചോ. നമ്മൾ കൂടെ ഉണ്ട്. ക്ലാസ്സിൽ